രാഷ്ട്രപതി ഭവനിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനു വേണ്ടി ഒരുക്കിയ വിരുന്നിൽ MP ശശി തരൂരിനെ പങ്കെടുപ്പിച്ചതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ വിവാദങ്ങൾ പുകയുന്നതിനിടയിൽ തന്നെ കോൺഗ്രസിന്റെ ഈ വിവാദങ്ങൾക്ക് ചുട്ട മറുപടി നൽകിക്കൊണ്ട് ശശി തരൂർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. തന്നെ അത്താഴ വിരുന്നിലേക്ക് ക്ഷണിച്ചതാകട്ടെ കോൺഗ്രസ് നേതാവെന്ന നിലയിലല്ല, മറിച്ച് വിദേശകാര്യ സമിതി ചെയർമാൻ എന്ന നിലയിലാണ് എന്ന ഒറ്റ കാരണത്താലാണ് പങ്കെടുത്തതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വിദേശകാര്യ സമിതി ചെയർമാൻമാരെ വിദേശ പ്രതിനിധി സംഘങ്ങളുടെ അത്താഴ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നത് സ്വാഭാവികമാണ് എന്നും തരൂർ ഇവിടെ നല്ല ചുട്ട മറുപടിയാണ് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ തന്നെ ക്ഷണിച്ചില്ല എന്ന പരാതി പെട്ടിയുമായി കറങ്ങി നടക്കുന്ന രാഹുൽ ഗാന്ധിയോട് കാണിച്ച വഞ്ചനയാണ് ഇതെന്നതായിരുന്നു ചില കോൺഗ്രസ് നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചത്. ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസ് രംഗത്ത് വന്നതും. മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂരിനെ വീഴ്ത്താൻ അല്ലെങ്കിൽ വളയ്ക്കാൻ കോൺഗ്രസ് അദ്ദേഹത്തെ വലയിൽ വീഴ്ത്താൻ കോൺഗ്രസ് തക്കം പാർത്തിരിക്കുമ്പോഴാണ് കിട്ടിയ അത്താഴ വിരുന്നിനെ അവർ ഒരു കച്ചിത്തുരുമ്പായി തന്നെ പിടിച്ചു കയറുന്നത്. എന്നാൽ ആ ചാട്ടമാകട്ടെ മുളയിലെ നുള്ളിക്കളയാനായിരുന്നു തരൂർ ശ്രമം നടത്തിയത്. മാത്രമല്ല, കുറച്ചധികം നാളായി തന്നെ തരൂരിന് നേരെ ഒളിയമ്പേയുകയാണ് കോൺഗ്രസ്. അതേസമയം കോൺഗ്രസ് നേതാക്കളായ പവൻ രേഖയും ജയറാം രമേശും ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. പവൻ രേഖയും ജയറാം രമേശും ഉൾപ്പെടെയുള്ള നേതാക്കൾ ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ക്ഷണമില്ലാത്ത വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തത് മോശമായി എന്നതായിരുന്നു ഇവർ വിലയിരുത്തിയത്. കേന്ദ്ര സർക്കാർ കളിക്കുന്ന ഈ ഒരു കളി കോൺഗ്രസ് അംഗങ്ങൾ മനസ്സിലാക്കണമെന്നും അതിന്റെ ഒരു ഭാഗമാകാൻ നിൽക്കരുത് എന്നതാണ് കോൺഗ്രസ് നേതാക്കളായ പവൻ രേഖ ഇതിനോടായി തന്നെ വിമർശിച്ചത്. ജനാധിപത്യ പാരമ്പര്യങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമല്ല ഈ നീക്കമെന്നത് ആരോപിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദും വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയാണ് ഉണ്ടായത്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അത്താഴ വിരുന്നിലേക്ക് തന്നെ ക്ഷണിച്ചത് കോൺഗ്രസ് നേതാവെന്ന നിലയിൽ അല്ല, മറിച്ച് വിദേശകാര്യ സമിതി ചെയർമാൻ എന്ന നിലയിൽ തന്നെയാണ് എന്നും അതേപോലെ പുടിന്റെ അത്താഴ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടതെന്നും ആ കാരണത്താൽ തന്നെ താൻ അതിൽ പങ്കെടുക്കുകയാണ് ചെയ്തതെന്നും ശശി തരൂർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ശശി തരൂർ ആകട്ടെ ഏറെ നാളായി തന്നെ കോൺഗ്രസിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ വിദേശകാര്യ സമിതി ചെയർമാൻമാരെ വിദേശ പ്രതിനിധി സംഘങ്ങളുടെ അത്താഴ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നത് സ്വാഭാവികമാണ് എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റിനായി തന്നെ രാഷ്ട്രപതി ഔദ്യോഗിക അത്താഴ വിരുന്ന് നടത്തിയത്. പരിപാടിയിൽ തരൂർ പങ്കെടുക്കുകയും ചെയ്തു. തരൂർ അവിടെ വിരുന്നിൽ പങ്കെടുക്കുന്നതിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു പവൻ രേഖ രംഗത്ത് വന്നത്. തരൂരിന് ഈ കളിയെക്കുറിച്ച് അറിയില്ല എന്നതാണ് ഈ കളിയെക്കുറിച്ച് അറിയില്ലയോ എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. എന്റെ നേതാക്കളെ ക്ഷണിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ക്ഷണിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കളി നടക്കുന്നതെന്നും ആരാണ് ഈ കളികൾക്ക് പിന്നിലെന്നും മാത്രമല്ല നമ്മൾ എന്തുകൊണ്ട് അതിന്റെ ഭാഗമാകുന്നത് എന്നത് തങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നതായിരുന്നു പവൻ രേഖ പറഞ്ഞത്. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ വിളിക്കാത്തതെന്ന് തനിക്ക് അറിയില്ല എന്നും അത്താഴ വിരുന്നിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം നേരത്തെ തന്നെ നിലപാട് പറഞ്ഞതാണ്. മാത്രമല്ല, കേന്ദ്രം നടത്തിയ ഗുരുതര പ്രോട്ടോകോൾ ലംഘനമാണ് എന്നതായിരുന്നു പവൻ രേഖ ഇതിനോട് തന്നെ കുറ്റപ്പെടുത്തിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.